ചങ്ങായിമാരെ, ഞാൻ വീണ്ടും വന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നതാണ്. കാരണം കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങളായിട്ട് കുറച്ച് ഒന്ന് ക്ഷീണം പറ്റി. അമ്മയുടെ അടുത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങളിലേക്ക്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നിനാസ് ഗാർഡനിലേക്ക് സ്വാഗതം. എൻ്റെ ചാനല് മുൻപ് കാണാത്തവർക്ക് ഈ ഒരു ഭാഗം പരിചയം ഉണ്ടാവില്ല. അപ്പം പഴയ വീഡിയോകളൊക്കെ കാണാത്ത കൂട്ടുകാർ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി ആ വീഡിയോയിൽ കാണാനായിട്ട് കഴിയും. ആ ഒരു സ്ഥലമാണ് കൂട്ടുകാർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറച്ച് 10 മണിയായിരുന്നു. പക്ഷേ 10 മണിയൊക്കെ ദ്രവിച്ച് ഒക്കെ അങ്ങനെ മുരടിച്ച് പോയി. ഞാൻ അതൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തു, പുല്ല് പറിച്ചെടുത്തു. എന്തായാലും കുറച്ച് നേരത്തെ പണിയുണ്ട്. ഒന്ന് വയ്യാതെയായിട്ട് വീട്ടിലേക്ക് പോയതാണ്. ഇനി തിരിച്ചും വയ്യാതെ ആവാതിരിക്കാൻ ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. സമാധാനമില്ല ഇതിങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ ഞാൻ കുറേശ്ശെ ചെയ്യണുള്ള കൂട്ടുകാരും പേടിക്കണ്ട. ഞാൻ കുറേശ്ശെയൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി. അല്ലെങ്കിൽ ഞാൻ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരിക. അപ്പോൾ ആലോചിച്ചപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് മറ്റിടത്തേക്കും പോയി നിന്ന് കഴിഞ്ഞാൽ ഉറക്കവും കിട്ടില്ല, മാറി നിൽക്കാനും ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മുടെ ചെടികളെ കാണാതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി വളരെ ശ്രദ്ധിച്ചാണ് ഇനിയുള്ള കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് പാട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് പാടി സെറ്റാക്കിയിട്ടുണ്ട്. കരോക്കെ അതൊക്കെ വെച്ചിട്ട് പാടാനറിയില്ല, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടാനും പാട്ട് പാടുന്നവരേനെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷം. ഇത്രയെങ്കിലും ഇങ്ങനെയൊന്നും പാടാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ലറ കാര്യമൊന്നുമില്ലത്. ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യില്ലേ. ഇത് ആർക്കും ദോഷം വരാത്ത നല്ല കാര്യമല്ലേ. പിന്നെ നമ്മളെ സഹിക്കുന്നവരെന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ പാട്ടൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു.
കൂട്ടുകാരെ, നമ്മുടെ ഈ മോൾ വശത്തെ ഇത്രയും ഭാഗത്ത് പുല്ലേ പറിച്ചിട്ടുള്ളൂ. ആ മണ്ണൊക്കെ ഈ മണ്ണേരിയൊക്കെ വന്നിരുന്നിട്ട് മണ്ണ് ഉണ്ട കുത്തിയിട്ടും പുല്ല് നിറഞ്ഞിട്ടും ഈ ഒരു ഭാഗം ആകെ നശിച്ചു പോയി. അപ്പം അത് ഞാൻ വൃത്തിയാക്കി എടുത്തു. ഇനി മുകളിൽ പുല്ലൊക്കെ ചെത്തിയെടുക്കാനുണ്ട്. കൂട്ടുകാർ കാണാൻ പോകുന്നത് ഈ ഗാർഡൻ്റെ ഫ്രണ്ടിലൊരു പറമ്പാണ്. ആൾതാമസമില്ല, അവിടെ ആരും വരാറുമില്ല. അവരൊക്കെ ഇവിടെ ഉള്ള ആളുകളല്ല, അതുകൊണ്ട് വല്ല കാലത്തേക്ക് അവർ വരുള്ളൂ, ആ പറമ്പിൻ്റെ ആൾക്കാർ. അപ്പോൾ അവിടെ ആകെ മൊന്ത പിടിച്ച് കിടക്കുകയാണ്. അതും നമ്മുടെ ഗാർഡനിലേക്ക് ചെടി എന്താ പറയുക പുല്ലുകളെ വന്ന് നിറഞ്ഞു. കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ ഒഴുകി പോകാനായിട്ടൊരു ചാല് കീറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുല്ലപ്പൂക്കളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഭംഗി ആ വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ സൂചി കുത്താനിടയില്ലാത്ത രീതിയിൽ പുല്ല് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെള്ളിലം. ഈ വെള്ളിലത്തിൻ്റെ പൂക്കളും അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഓറഞ്ച് പൂക്കളുണ്ടാവും ഇതിപ്പോൾ അമ്മ കറുത്തത് മോള് വെളുത്തത് മോളുടെ മോള് അതിസുന്ദരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പഴഞ്ചൊല്ല് ഇത് കേട്ടിട്ടില്ലേ, ആ ആളാണിത്. ഇത് താളിയായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ എനിക്കിവിടെ ഞാൻ ടർട്ടിൽ വെയിനാണ് നടാനായിട്ട് ഇനി പോകുന്നത്. അപ്പം മുകളിൽ നിന്ന് അത്യാവശ്യം മൊന്തയും തണലും ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി വെട്ടി കളഞ്ഞ ആ ഭാഗം ഇങ്ങനെ വെളിച്ചം കിട്ടൂല അവിടേക്ക്, അത് വെട്ടിയുണ്ടാക്കി. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇനി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ ആളുടെ പറമ്പായതുകൊണ്ട് നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ മഴയല്ലേ, നമ്മൾ എത്ര വീശി കളഞ്ഞാലും പിന്നെയും മുളച്ച് വരും ഈ പുല്ല് എന്ന് പറയുന്ന സംഭവം. എനിക്ക് ഒരേ ഒരു ശത്രുവുള്ള ഈ ലോകത്ത്, അത് നമ്മുടെ പുല്ലുകളാണ്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചാണ് ഇവിടുന്ന് നിൽക്കണ കേട്ടോ. കാരണം ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മതി, ഞാൻ തലയും കുത്തി താഴെ കിടക്കണ വല്യപ്പൻ ചാലി പറഞ്ഞു ഞാൻ നിലത്തുണ്ടാവും. നമ്മൾ മണ്ണുകൊണ്ടൊക്കെ തിണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മണ്ണ് കൊണ്ട് തിണ്ട് പണിത സ്ഥലമാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ അടി തെറ്റും.